സ്റ്റാൻലി രാവിലെ അലീനയുടെ മുറിയിലേക്ക് ചെല്ലാണ്. അലീന അപ്പോടെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അലീന ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പം അതെ പപ്പ എന്ന് പറയുന്നുണ്ട്. എങ്കിൽ നമുക്കൊരിടം വരെ പോകാം, എങ്ങോട്ടാ എന്ന് ചോദിക്കുമ്പം അതൊക്കെ പോകുമ്പോൾ അറിഞ്ഞാൽ മതി, പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തു വാ എന്ന് പറയുമ്പോൾ ഇത് മതിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണോ പുറത്തേക്ക് പോണത്, ഒരു ഡ്രസ്സിങ് സെൻസ് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് വാങ്ങിത്തന്ന ഉടുപ്പുകളൊക്കെ എവിടെ എന്ന് ചോദിക്കുമ്പം ഇവിടെ ഉണ്ടച്ചാ. ഉണ്ട് പപ്പ, അച്ഛനും അതുപോലെ ബബിതയും ഒക്കെ വാങ്ങുന്ന ഡ്രസ്സുകളുണ്ട്, എങ്കിൽ അതിൽ നിന്ന് ഏറ്റവും നല്ലത് തന്നെ നോക്കി എടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഇറങ്ങി വാ എന്ന് പറയുന്നുണ്ട്. ശരി പപ്പ എന്നും പറഞ്ഞുകൊണ്ട് അലീന ഒരുങ്ങുകയാണ്. അങ്ങനെ അലീന പോയി കുളിച്ച് റെഡിയായി ഒരുങ്ങി താഴെ ഇറങ്ങി വരുമ്പം അവിടെ കേണൽ ഒരുങ്ങി റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട്. പൗലോസും അതുപോലെ ആൻ്റപ്പനും എല്ലാവരും ചുറ്റും നിൽക്കുകയാണ്. ബൈജു ഞാൻ കാർ എടുക്കട്ടെ സാബ് എന്ന് പറയുമ്പം വേണ്ട, എൻ്റെ മകളെയും കൊണ്ട് കാർ ഡ്രൈവ് ചെയ്ത് പോവാൻ എനിക്കറിയാം, അതിനാരെയും അവതാരത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ വരുമ്പോഴും വീട് ഇതുപോലെ തന്നെ കാണണം. പൗലോസെ വീടും കൂടെ വിറ്റ് കളഞ്ഞേക്കരുത് എന്ന് പറയുമ്പം പൗലോസ് തലകുണിച്ച് നിൽക്കുകയാണ്. ആൻ്റപ്പ നിന്നെയെങ്കിലും എനിക്ക് വിശ്വസിക്കാവോ എന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയൊരു കാറിലാണ് അലീനയും നമ്മുടെ സ്റ്റാൻലിയും കൂടി പോണത് കേട്ടോ. ആ ഒരു കാറിൽ രണ്ടുപേരും കൂടി പോവാണ്. ഈ സമയം ആൻ്റപ്പൻ പറയുന്നുണ്ട്, സാബിനിപ്പോ നമ്മളോട് തീരെ വിശ്വാസം ഇല്ലാതായി. പൗലോസ് പറയുന്നുണ്ട്, എല്ലാം ആ കൊച്ചു കാരണമാണ്, അവൾ വന്ന് കയറിയ പിന്നെ നമ്മളിപ്പോ ഒട്ടും വിശ്വാസം ഇല്ലാതായി. ആൻ്റപ്പൻ പറയുന്നുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അടുക്കളയിൽ നിന്ന് നീ കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ? എത്ര രൂപയാ ഓരോ മാസം മറിച്ചുകൊണ്ടിരുന്നത്? അതിനെ ആൻ്റപ്പൻ ചേട്ടന് ഓരോ പൈൻ്റ് വെച്ച് വാങ്ങിച്ചു തന്നോണ്ടിരുന്നതല്ലേ? ആ അത് ശരിയാ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ബൈജു പറയാണ്, ഞങ്ങളെല്ലാവരും കൂടി ഒരു മാസം ഏകദേശം 1.5 ലക്ഷം രൂപയോളം ഒപ്പിച്ചുകൊണ്ടിരുന്നതാ. എല്ലാം അവള് കാരണം തട്ടിമറിഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ വരുമാനം തീരെ ഇല്ലാതായി, വേറെ പണി നോക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. പൗലോസ് പറയാണ്, ഇത്രയും നാളും ഈ അടുക്കളയുടെ വീടിന്റെ രാജാവ് ഞാനായിരുന്നു, ഇപ്പൊ എല്ലാം അവള് കൈക്കലാക്കി. എവിടുന്നോ വന്നു കയറിയ അനാഥപ്രേതം. ആൻ്റപ്പൻ പറയാണ്, അങ്ങനെയൊന്നും പറഞ്ഞത് കേണലോ അപ്പച്ചനോ ഒന്നും കേൾക്കണ്ട, അയാളുടെ സ്വന്തം മകളാണെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഈ സ്റ്റാൻലി എന്ന് പറഞ്ഞ കേണൽ സാബിന്റെ അമ്മയുടെ തനി സ്വരൂപമാണെന്നാ പറഞ്ഞത്. അന്ന് റീതാമാക്ക് വന്നപ്പോൾ ഞെട്ടി നിൽക്കുന്നത് നീയും കണ്ടതല്ലേ? ശരിക്കും അതേ പ്രതിരൂപമാണെന്നാണ് പറയുന്നത്. ആ ചിന്നമ്മ എന്ന് പറഞ്ഞ സ്ത്രീ, അതായത് സ്റ്റാൻലിയുടെ അമ്മ, അവര് മരിച്ച് കൃത്യം 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ കൊച്ചുണ്ടായത്. അതുകൊണ്ട് അമ്മ തന്നെ നേരിട്ട് വന്നതാണെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. എല്ലാവരെയും കൈപ്പിടിൽ ഒതുക്കാൻ ആ രൂപം മാത്രം മതി. നീ അവര് കാണിച്ച ഫോട്ടോ കണ്ടില്ലേ? അച്ചട്ട് അതുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. ചിന്നമ്മ എന്ന് പറഞ്ഞ സ്റ്റാൻലി അദ്ദേഹത്തിന്റെ അമ്മ ഇതിലേ പോയി നോക്കണ്ട, അതേ തനി പകർപ്പ്. അപ്പൊ പൗലോസ് പറയാണ്, അല്ലെങ്കിലും അവിഹിതത്തിലുണ്ടാകുന്ന കൊച്ചുങ്ങൾക്കൊക്കെ തന്തയുടെയോ തള്ളയുടെയോ അല്ലെങ്കിൽ തന്തയുടെ വീട്ടുകാരുടെയൊക്കെ അതേ ഷേപ്പായിരിക്കും, കണ്ടുപിടിക്കണമല്ലോ എന്നും പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങോട്ടായിരിക്കും രാവിലെ കെട്ടിയൊരുങ്ങി 2 കൂടെ എന്ന് പറയുമ്പം ആൻ്റപ്പൻ പറയാണ്, എങ്ങോട്ടായാലും നമുക്കെന്താ, നീ പോയി പണി നോക്ക് പൗലോസെ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓരോ പണിക്ക് പോവാണ്. സ്റ്റാൻലി അവർക്ക് അത്രയ്ക്കും അധികാരവും അവിടെ സ്ഥാനവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും കൊടുത്തുകൊണ്ട് എല്ലാവരും സ്റ്റാൻലിയെ മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീട് തന്നെ തനിക്ക് അവകാശപ്പെട്ടതാണെന്നാണ് കേട്ടോ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അലീന വന്നതിന് പിന്നെയാണ് അതിനൊരു മാറ്റം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അലീനോട് അവർക്ക് തീരാത്ത ഒരു ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ സ്റ്റാൻലിയും അലീനയും കുളത്തൂപ്പുഴ ടൗണൊക്കെ കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാപ്പ നമ്മളിതെങ്ങോട്ടാ? കുളത്തൂപ്പുഴ ടൗണൊക്കെ കഴിഞ്ഞല്ലോ, നമ്മൾ കോട്ടയത്തേക്ക് പോവാ. കോട്ടയത്തോ? ഇവിടുന്ന് 2 മണിക്കൂറോളം ദൂരമില്ലേ? ഉണ്ട്. എന്തേ ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഇങ്ങനെയല്ലേ ഇറങ്ങുന്നത് തന്നെ എനിക്ക് സന്തോഷമുണ്ട്. ആ വീട്ടിൽ തന്നെ എപ്പോഴും ഇരിക്കുകയല്ലേ, അതുകൊണ്ടാ ഞാനും നിന്നെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ചത്. അല്ല, നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല പപ്പാ. എന്താ? ഒരു പാസ്പോർട്ട് എത്രയും വേഗം എടുക്കണം, നമുക്കൊരു വേൾഡ് ടൂറൊക്കെ പോയിട്ട് വരാം. വേൾഡ് ടൂറോ? അതിനൊക്കെ ഒരുപാട് പൈസയാവില്ലേ അപ്പാ? ഒത്തിരി പൈസയാവും, ധാരാളം പൈസയാവും. വേൾഡ് ടൂർ എന്ന് പറഞ്ഞാൽ ഈ ലോകം മൊത്തം നമ്മൾ കറങ്ങി വരും. ലോകത്തുള്ള എൻ്റെ മോള് കാണാത്ത എല്ലാം കാണണം. അയ്യോ പപ്പ, അത് പിന്നെ അത്രയും കാശുണ്ടെങ്കിൽ സ്റ്റോപ്പ്, മതി. നീ പറയാൻ പോണ എന്താണെന്ന് എനിക്കറിയാം. അത്രയും കാശുണ്ടെങ്കിൽ കുറെ അനാഥ കുട്ടികൾക്ക് 1 മാസത്തിന് ഭക്ഷണം വാങ്ങി കൊടുക്കാമെന്നല്ലേ? അത് വേണ്ട, അതിനുള്ള കാശ് ഞാൻ വേറെ കൊടുത്തോളാം. നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെ അനുഭവിക്കണം. നമ്മൾക്ക് വേണ്ടി കാണാൻ വേണ്ടിയാ ഈശ്വർ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അതെല്ലാം കാണാതെ നമ്മൾ പെട്ടെന്ന് മരിച്ചു പോയിട്ട് എന്തെടുക്കാനാന്നേ പുള്ളിക്കാരൻ ചോദിക്കും. അതുകൊണ്ട് എല്ലാം കണ്ടു കേട്ട് അറിഞ്ഞിട്ടൊക്കെ നമ്മൾ പോയാൽ മതി. ഇത്രയും കൊല്ലം, 23 കൊല്ലം നീ അനാഥാലയത്തിൽ വളർന്നില്ലേ? നിനക്ക് എന്തെങ്കിലും കാണാൻ കഴിഞ്ഞോ? ആ ഒരു
അനാഥാലയവും സ്കൂളും ഒക്കെ മാത്രമല്ലാന്നോ നിന്റെ ലോകം? ഇനിയിപ്പോൾ ഈ ലോകം മുഴുവനും എൻ്റെ മോളെ ഞാൻ കാണിക്കും എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ വൈജയനെ കാണിക്കാണ്. ബാങ്കിലെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ മീറ്റിംഗ് നടക്കുന്നത് കോട്ടയത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഉച്ച സമയത്താണ് ആ മീറ്റിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈജയാന്ന് അവിടുന്ന് ഓഫീസിൽ നിന്ന് നേരെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോകുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം വൈജ പതിവിലും കൂടുതലായിട്ട് ഒരുങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ചോറൊന്നും എടുക്കുന്നില്ല. ഈ സമയത്ത് കൃഷ്ണമോള് ചോദിക്കുകയാണ്, അതെന്താ അമ്മ ചോറെടുക്കാഞ്ഞേ? ഇന്ന് എനിക്ക് കോട്ടയത്ത് ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാനിവിടുന്ന് കോട്ടയം പോയി മീറ്റിംഗും കഴിഞ്ഞിട്ട് സന്ധ്യാകുമ്പോഴേക്ക് വരുവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ശരി അമ്മയെന്നും പറഞ്ഞാണ് കൃഷ്ണമോള് യാത്രയാക്കുന്നത്. വൈജയ്ക്ക് വേറെ കാറാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ആ കാറിൽ വൈജ തന്നെ ഡ്രൈവ് ചെയ്ത് കോട്ടയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാലിയും മകളും അതുപോലെ വൈജയും രണ്ട് ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് രണ്ടുപേരും ഒരേ പോയിന്റിലേക്ക് യാത്ര ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്റ്റാലി അലിയോട് പറയുന്നുണ്ട്, ബാ ഇവിടെ ഇറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് കോട്ടയത്ത് ഒരു ബ്യൂട്ടി പാർലറിന് മുമ്പിൽ കൊണ്ട് വണ്ടി നിർത്താണ്. ഇതെന്താ പപ്പ ഇവിടെ? ഇതെന്താന്ന് മനസ്സിലായില്ലേ? ബ്യൂട്ടി പാർലർ ലേഡീസിൻ്റെയാ. അയ്യോ പപ്പ, എനിക്കൊന്നും ഇഷ്ടമില്ല, ഞാനങ്ങനെ ബ്യൂട്ടീഷ്യൻ ഒന്നും ചെയ്യാറില്ല, അത് നീ തീരുമാനിക്കണ്ട, ഇങ്ങോട്ട് ഇറങ്ങി വാ എന്നും പറഞ്ഞുകൊണ്ട് അലീനെ കൂട്ടി സ്റ്റാലി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ സ്റ്റാലി അകത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം അവിടുത്തെ ഗേൾസിനോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ബ്യൂട്ടീഷ്യനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അലീനെ കൂട്ടി അവരകത്തേക്ക് പോവാണ്. അങ്ങനെ അവരകത്തേക്ക് പോയിട്ട് അലീനയുടെ മുടിയൊക്കെ വൃത്തിയാക്കി, അതുപോലെ തന്നെ അലീനയ്ക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റിയും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. നല്ലൊരു മോഡേൺ ലുക്കിൽ തന്നെ അലീനെ ആക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങി വരുമ്പം, പപ്പ ഈ കോലമൊന്നും എനിക്കിഷ്ടമില്ല, ഇതൊന്നും എനിക്കിഷ്ടമില്ലെന്ന് പറയുമ്പം, ഇങ്ങനെയൊക്കെ വേണം സ്റ്റാലി ജോസഫിന്റെ മകൾ നടക്കാൻ, അല്ലാതെ എപ്പോഴും ഒരു കൂറ ചുരിദാർ വിട്ട് ഒരുങ്ങിയൊന്നും നടക്കാതിരിക്കാനൊന്നും പാടില്ല, അതുകൊണ്ട് എപ്പോഴും നല്ല സുന്ദരിയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനനെ നല്ല മോഡേൺ ലുക്കിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ സ്റ്റാലിയും അലീനയും അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നിനക്ക് വിശക്കുന്നില്ലേ? നമുക്കൊരു ഹോട്ടലിൽ കയറി എന്തെങ്കിലും കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് കയറുകയാണ്. ഇതാണോ അച്ഛാ 5 സ്റ്റാർ ഹോട്ടൽ എന്ന് ചോദിക്കുമ്പം അതെ ഇതാണ് എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറുന്നുണ്ട്. പിന്നെ വീട്ടിൽ കാണിക്കുന്ന പോലൊന്നും ഇവിടെ കാണിച്ചേക്കരുത്, കൈയിട്ട് വാരി കുഴച്ച് കഴിക്കരുത്, ഇവിടെ സ്പൂണൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, മനസ്സിലായല്ലോ പറഞ്ഞത്? അതും ഇവിടെയൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്, അതൊക്കെ പാലിക്കണം, അല്ലാതെ ഇവിടെ എന്നെ നാണം കെടുത്തരുത് എന്ന് പറയുമ്പം ശരി പപ്പ എന്ന് പറയുന്നുണ്ട്. അലീനയുടെ കൈ പിടിച്ചുകൊണ്ട് സ്റ്റാലി അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പം അലീന എല്ലായിടവും ഒന്ന് നോക്കുമ്പം വലിയ ആഡംബരം, അതായത് ഒരു കൊട്ടാരം പോലെയാണ് ആ ഹോട്ടൽ കണ്ടിട്ട് അവൾക്ക് തോന്നുന്നത്. ഇത്രയും നാളും ചെറിയ ചായക്കട, ചെറിയൊരു ഹോട്ടലിലൊക്കെ കയറി ശീലിച്ച അലീനയ്ക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. അത് കാണുമ്പോൾ തന്നെ അവളുടെ കണ്ണിലൊക്കെ കുളിർമയുണ്ട്. ഇത്രയും കാലം താനൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇത് കാണുമ്പോൾ അവളുടെ മനസ്സിനകത്ത് എന്തിനാ ഇത്ര ആഡംബരം എന്ന് മാത്രമാണ് തോന്നിക്കുന്നത്. അങ്ങനെ അവളുടെ സീറ്റിലേക്ക് പോയി ഇരിക്കുകയാണ്. ഹാൻഡ് വാഷ് ചെയ്തതിനു ശേഷം സ്റ്റാലിയും അലീനയും കൂടി വന്നിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി ഓർഡർ കൊടുക്കുന്നുണ്ട്. ഊണില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അയാള് അലീന നോക്കാണ്. അതെ, ഇവിടെ ഊണൊന്നും കിട്ടില്ല. അയ്യോ ഉണ്ട് സാർ, ഊണുണ്ട്, സ്പെഷ്യൽ മീലുണ്ട്, കേരള സ്റ്റൈൽ എന്ന് പറയാണ്. അലീന എന്നും അതൊക്കെ കഴിക്കുന്നതല്ലേ, നല്ലൊരു ഫ്രഞ്ച് ഡിഷ് കഴിക്കാം. അലീന ഇതിൽ കഴിക്കാത്തൊരു ഡിഷ് എന്നും പറഞ്ഞുകൊണ്ട് അത് ഓർഡർ ചെയ്യാണ്. അങ്ങനെ അത് കൊണ്ടുവരുന്നുണ്ട്. അയ്യോ പപ്പ, ഇതെന്താ കഴിക്കേണ്ടത്? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കഴിക്കുന്നത് ശ്രദ്ധിച്ച് കഴിച്ചാൽ മതി, അങ്ങനെ കഴിക്കാം എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും സ്റ്റാൻലി കഴിക്കുന്നത് നോക്കി അലീന അതേ രീതി പകർത്തിക്കൊണ്ട് ആ രീതിക്ക് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർക്ക് ജ്യൂസും അതുപോലെ സാധനങ്ങളെല്ലാം വരികയാണ്. അവിടുത്തെ വെയിറ്റർമാരൊക്കെ കാണുമ്പം അലീനയ്ക്ക് അത്ഭുതം തോന്നുകയാണ്. സാധാരണ പോലെ അല്ലാതെ യൂണിഫോം ഒക്കെ അണിഞ്ഞ് ഭയങ്കര ടിപ് ടോപ്പായിട്ടാണ് അവരെല്ലാം വരുന്നത്. അവിടെ ഓരോ ടേബിളുള്ളവരെയും കണ്ടാൽ തന്നെ അറിയാം എല്ലാവരും സാമ്പത്തികമായി വളരെ മുന്നോക്കം നിൽക്കുന്നവരാണെന്ന്. എല്ലാവരും വളരെ ഡിസിപ്ലിനൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലീന പപ്പയോട് എനിക്ക് മതി എന്ന് പറയുമ്പം നോ, മൊത്തം ഫിനിഷ് ചെയ്യണം, പ്ലേറ്റിൽ നമ്മൾ എടുക്കുന്നതിൻ്റെ ബാക്കിയൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അലീനനെ മുഴുവൻ കഴിപ്പിക്കുകയാണ്. അലീന അത് മുഴുവൻ കഴിച്ചിട്ട് മതി പപ്പ എന്ന് പറയുന്നുണ്ട്. ഓക്കെ ദെൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കൈയും തടിച്ച് വാഷ്റൂമിലേക്ക് പോവാണ്. അങ്ങനെ രണ്ടുപേരും ഹാൻഡ് വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും ബില്ല് വരുന്നുണ്ട്. സ്റ്റാൻലി ബില്ല് പേ ചെയ്യുന്നത് കണ്ട് അലീന ഞെട്ടി വിറയ്ക്കുകയാണ്. കാരണം 5000 രൂപയാണ് ആ ബില്ലിന് വന്നിരിക്കുന്നത്. രണ്ടുപേര് മാത്രം ഒരു നേരത്തെ ഫുഡ് കഴിച്ചതേ ഉള്ളൂ, അതും പ്ലേറ്റിൽ ഒരു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. 2 ജ്യൂസും, അതല്ലാതെ വേറൊന്നും അലീനയോടെ കണ്ടില്ല. ആ ബില്ല് ഗൂഗിൾ പേ വഴി പേ ചെയ്തതിനു ശേഷം സ്റ്റാൻലി പുറത്തേക്ക് ഇറങ്ങാണ്.
പാപ്പ എന്താ പപ്പ ഇത് പകൽ കൊള്ളയോ? എന്താ അലീന? അല്ല, നമ്മൾ രണ്ടുപേരും കഴിച്ച ആ 2 പ്ലേറ്റ് ഫുഡിന് 5000 രൂപയോ? പിന്നല്ലാതെ ഇത് 5 സ്റ്റാർ ഹോട്ടലാ. നമ്മൾ മേടിച്ച മെനു 5 സ്റ്റാർ മെനു ആണ്. അതിന് അത്രയും വിലയാകും. എങ്കിലും അപ്പ ഇതൊക്കെ കുറച്ച് കടന്ന കൈയല്ലേ? എന്ത് കടന്ന കൈ? ഇങ്ങനെയൊക്കെ വേണം ആഹാരം കഴിക്കാൻ. ഇത്രയും ആഹാരം എന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് 10 ദിവസം ആഹാരം കഴിക്കാമല്ലോ ലാവിഷായിട്ട്. എൻ്റെ അലീന, നീ ആ പഞ്ഞത്തരം ഒന്ന് മാറ്റിപ്പിടിക്ക്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ജീവിതം ഒന്നേ ഉള്ളൂ, നമുക്കത് ആസ്വദിക്കണ്ടേ? ഈ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ആ ഒരു മെനു ഏറ്റവും കൂടിയ മെനു ആണ്. ഇതിലും കൂടിയതൊക്കെ അവിടെയുണ്ട്. നിനക്കറിയോ, 20,000-30,000 രൂപയുടെ മെനു വരെയുണ്ട് അവിടെ എന്ന് പറയുമ്പം എൻ്റെ ഈശ്വര, അത് കേൾക്കുമ്പം എൻ്റെ തല ഇറങ്ങുന്നു എന്ന് പറയാണ്. നീ അതൊന്നും ഓർക്കണ്ട, ഇങ്ങോട്ടേക്ക് കയറാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറ്റാണ്. ഇതൊക്കെയാണ് 5 സ്റ്റാർ ഹോട്ടല്. അപ്പോൾ അലീന പറയാണ്, എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ഹോട്ടലിൻ്റെ പണിത ചെലവും AC ചെലവും ആ വന്നുപോയ വെയിറ്റർ ചെലവും എല്ലാം കൂടെ ചേർത്തായിരിക്കും നമ്മളുടേത് വാങ്ങിക്കാം. കൂടിപ്പോയ 1000 രൂപയുടെ വിലയെ അതിന് കാണുള്ളൂ. 5000 രൂപ! എൻ്റെ ഈശ്വര, ഇന്നെനിക്കിനി ഉറക്കം വരില്ല. നീ ഉറങ്ങണ്ട, മര്യാദയ്ക്ക് മിണ്ടാതിരിക്കാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി വീണ്ടും ഡ്രൈവ് ചെയ്യാൻ തുടങ്ങാണ്. അല്ല പപ്പ, ഇനി നമ്മൾ എങ്ങോട്ടാ? അതൊക്കെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഒരു ഷോപ്പിംഗ് മാളിലേക്ക് കയറാണ്. അങ്ങനെ ഷോപ്പിംഗ് മാളിലേക്ക് കയറിയിട്ട് അലീനയ്ക്ക് കുറേ ഡ്രസ്സുകൾ വാങ്ങുമ്പം, പപ്പ എനിക്ക് ഒരുപാട് അലമാരിൽ ഇരിക്കുന്നുണ്ട്. അറിയാം അലമാരിലിരിക്കുന്നതൊക്കെ എന്താണെന്ന്. കുറേ ചുരിദാറും അതിനൊറ്റ കുറേ പാൻറ്റും കുറേ ഷാളും അല്ലേ? അതൊന്നും ഇനി അവിടെ കണ്ടുപോയേക്കരുത്. അയ്യോ പപ്പ, അതൊന്നും കളയാൻ പറ്റില്ല. പിന്നെ 100-200 രൂപയുടെ ഡ്രസ്സല്ലേ അതെല്ലാം? ഞങ്ങൾ അങ്ങനെയാ, 150-200 രൂപയ്ക്കാണ് ഒരാൾക്ക് ഡ്രസ്സ് തയ്ക്കാം. കുറേ തുണി വാങ്ങിക്കും, തയ്ക്കാൻ എനിക്കറിയാം. അങ്ങനെ ഞാനിരുന്ന് എല്ലാവർക്കും തയ്ച്ചു കൊടുക്കും. അതായിരുന്നു ഞങ്ങളുടെ ഡ്രസ്സ്. എൻ്റെ ഡ്രസ്സിന് മിച്ചം വരുന്ന തുണിയൊക്കെ രേവതിക്കുട്ടിക്കും ചിന്നിമക്കും ഒക്കെ തയ്ച്ചു കൊടുക്കും. അലീന, അതൊക്കെ പാസ്റ്റ് അല്ലേ? അതിൽ നിന്ന് നീ പുറത്തേക്ക് വാ. എത്രയൊക്കെ ശ്രമിച്ചാലും അതിന് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല പാപ്പ. ഇപ്പം ഇത്രയും കാലമല്ലേ ആയുള്ളൂ? 23 വർഷക്കാലം അങ്ങനെയായിരുന്നല്ലോ. അതൊരു ലോങ് പീരീഡ് അല്ലേ? ആ സമയത്ത് ജീവിച്ചതൊക്കെയല്ലേ മുമ്പിലേക്ക് പെട്ടെന്ന് വരുള്ളൂ. അത് സാരില്ല, നീ അത് പതിയെ പതിയെ മറന്നാൽ മതി. പിന്നെ ഞാൻ എടുത്തുന്ന ഡ്രസ്സുകളൊക്കെ വളരെ വില കൂടിയതും നല്ല കോസ്റ്റ്യൂംസൊക്കെയാണ്. അതൊക്കെ വേണം നീ ഇടാനായിട്ട്. അയ്യോ, ഈ ജീൻസ് ഷർട്ടൊന്നും ഞാൻ ഇടില്ല. അതെന്താ? എനിക്ക് അങ്ങനെ ഡ്രസ്സുകളൊന്നും ഇഷ്ടമില്ല. ശരിയെങ്കിൽ നിനക്ക് പറ്റിയതുപോലെ നല്ല ചുരിദാർ നോക്കിക്കോ. അതിനപ്പം വില കുറഞ്ഞ ചുരിദാർ നോക്കുമ്പം ഇതുകൊണ്ടാണ് നിന്നെ നോക്കാൻ സമ്മതിക്കാഞ്ഞത്. നീ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാലിൽ തന്നെ വില കൂടിയ ചുരിദാറുകൾ മേടിക്കാണ്. ഇതെവിടെങ്കിലും പോകാനിടാൻ അല്ലേ? അല്ല, വീട്ടിലിടാൻ വേണ്ടിയിട്ടാ. വീട്ടിലിടാൻ ഇതൊക്കെയോ എന്ന് ചോദിക്കാണ്. അതേന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി വില കൂടിയ കുറെ നൈറ്റ് ഡ്രസ്സുകളും നൈറ്റ് സൂട്ടുകളും എല്ലാം മേടിച്ചു കൊടുക്കാണ്. ഇതേ സമയം വൈജിയും കോട്ടയെടുത്തു കഴിഞ്ഞിട്ടോ. അങ്ങനെ അവിടെ വന്ന് അവള് ഇപ്പം ബാലിൻ്റെ കടയിൽ നിന്ന് സാധനങ്ങളൊന്നും എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ കുറേ നാളെ ഷോപ്പിംഗ് ചെയ്തിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിക്കണമെന്നും പറഞ്ഞുകൊണ്ട് സാരിയും കുറച്ച് നൈറ്റിയൊക്കെ വാങ്ങിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജിയും അതേ ഷോപ്പിംഗ് മാളിലേക്ക് തന്നെ കയറുകയാണ്. രണ്ടുപേരും 2 സൈഡിലാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ അവിടുന്ന് പർച്ചേസ് കൊണ്ടിരിക്കുകയാണ് സ്റ്റാലിയും അലീനയും. നല്ല തകൃതിയായിട്ട് തന്നെ പർച്ചേസ് നടക്കുന്നുണ്ട്. ഇതേ സമയത്ത് വൈജിയും മറ്റൊരു സൈഡിൽ പർച്ചേസ് ചെയ്യാണ്. അങ്ങനെ വൈജ ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ട് സാരി അവളുടെ മേത്ത് വെച്ച് നോക്കിക്കൊണ്ട് ഒരു കണ്ണാടിയിൽ നോക്കുമ്പം കണ്ണാടിയിൽ കണ്ട രൂപം കണ്ട് അവൾ ഞെട്ടി വിറച്ച് പോവാണ്. മറ്റാരുമല്ല, സ്റ്റാലി ജോസഫ്. അങ്ങനെ പെട്ടെന്ന് വൈജ തിരിഞ്ഞു നോക്കുമ്പം വീണ്ടും അവൾ ഒന്നുകൂടി ഞെട്ടുന്നു. സ്റ്റാലിയുടെ കൂടെ മറ്റാരുമല്ല, അലീന. അലീനയും സ്റ്റാലിയും കൂടി ഒരുമിച്ച് കണ്ട് വൈജ ഒന്ന് വിറയ്ക്കുകയാണ്. അത് സ്റ്റാലി തന്നെയാണോ എന്ന് അവൾ വീണ്ടും വീണ്ടും നോക്കുന്നുണ്ട്. അതെ, സ്റ്റാലി തന്നെ. 23 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചതച്ചിട്ട് കടന്നു കളഞ്ഞ അതേ സ്റ്റാലി ജോസഫ്. അയാളുടെ കൂടെ എങ്ങനെ അലീന എന്നവൾ ചിന്തിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ടായിരിക്കും അവൾക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായത്. ഇങ്ങനെയായിരിക്കും അവൾ സത്യങ്ങളെല്ലാം അറിഞ്ഞത് എന്ന് ഓർക്കാണ്. അങ്ങനെ അവർ കുറെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. വൈജ പർച്ചേസിനൊക്കെ അവസാനിപ്പിച്ച് അവിടുന്ന് പതിയെ ഇറങ്ങാണ്. ബില്ലെല്ലാം പേ ചെയ്തിട്ട് അലീന സ്റ്റാലിയോട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ബായെന്നും പറഞ്ഞുകൊണ്ട് ഡിക്കിയിലേക്ക് ആ സാധനങ്ങളെല്ലാം പറക്കി വെച്ചിട്ട് അലീനയെ കാറിലേക്ക് കയറ്റുന്നുണ്ട്. അലീനയും സ്റ്റാലിയും കൂടി ആ കാറിൽ കയറി പോകുന്നത് വൈജ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഡ്രസ്സുകളെല്ലാം അവിടെ വെച്ചിട്ട് വൈജ അവളുടെ കാർ കൊടുത്തുകൊണ്ട് പിന്നാലെ തന്നെ പോകുന്നുണ്ട്. അത്രയും വില കൂടിയ കാറിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അത്രയും വില കൂടിയ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചുകൊണ്ട് അതും ബ്യൂട്ടി പാർലറിൽ പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് അലീനയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ട് അലീനയെ കൊണ്ട് പോണത് കണ്ട് വൈജയ്ക്ക് നല്ല അതിശയം തോന്നുകയാണ്. വൈജ മനസ്സിൽ കരുതുന്നുണ്ട്,
എങ്കിലും ഇയാൾ എങ്ങനെ അലിനെ മനസ്സിലാക്കി, അലിനെ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ആലോചിക്കാണ്. അവൾ വെറും ഒരു വീട്ടുവേലക്കാരിയല്ലേ, അവളൊരു ഓർഫനേജിൽ വളർന്നവളല്ലേ, പിന്നെ എങ്ങനെ സ്റ്റാലിയും അവൾ തമ്മിൽ കണ്ടുമുട്ടി എന്ന് ആലോചിക്കുകയാണ്. സ്റ്റാലി അലീനനെ കുളത്തുപുഴയെ കൊണ്ടാക്കിയത് ബാലേന്ദ്രനല്ലേ? അങ്ങനെ ആയിരിക്കുമ്പോ സ്റ്റാലിയുടെ അടുത്തേക്കാണോ ബാലൻ കൊണ്ടാക്കിയത്? അപ്പൊ ബാലിന് സ്റ്റാലി അറിയാവോ? എന്റെ ഈശ്വര, ആകെപ്പാടെ എന്റെ തല കറങ്ങുന്നു, ഇതൊന്നും എനിക്ക് ഓർക്കാൻ കൂടി വയ്യ എന്നൊക്കെ മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ അവർ പിന്നാലെ തന്നെ വണ്ടി ഓടിച്ചു പോവുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ബീച്ചിലേക്കാണ് പോണത്. ബീച്ചിന്റെ സൈഡോരത്ത് കാർ നിർത്തിയ ശേഷം സ്റ്റാലി അവളെയും കൊണ്ട് പോവാണ്. ആഹാ, ബീച്ചിലേക്കോ? പപ്പയപ്പോ ബീച്ചിലേക്കൊക്കെ പോവുമല്ലേ? പിന്നല്ലാണ്ട്, നിന്റെ അമ്മയും കൊണ്ട് ഞാൻ ഒരുപാട് പോയിട്ടുണ്ട് ബീച്ചില്. അവിടെ വന്നിരിക്കുമ്പോ നല്ല രസമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ബാക്കി പറ. അപ്പോഴേക്കും വൈജ വണ്ടി വേറൊരു സ്ഥലത്തേക്ക് പാർക്ക് ചെയ്ത് ഇവരെ പോയി ഒളിഞ്ഞിന്ന് വാച്ചിയാണ്. അപ്പോ സ്റ്റാലി പറയാണ്, സ്റ്റാലിയും അലീനയും കൂടെ കൂടിയിട്ട് ബീച്ചിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ വന്ന് ഇരിക്കുന്നുണ്ടേ. എന്നിട്ട് സ്റ്റാലിയുടെ തോളത്തേക്ക് അലീന തല ചായ്ക്കുകയാണ്. ഇതും കൂടെ കാണുമ്പോൾ വൈജയ്ക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി. എന്തുകൊണ്ടായിരിക്കുമല്ലോ സ്റ്റാലിയുടെ തോളിലേക്ക് തല ചായ്ക്കുന്നതെന്ന് ഓർക്കുന്നുണ്ട്. സ്റ്റാലി പറയാണ്, ഇതുപോലെയായിരുന്നു നിന്റെ മമ്മിയും. കടൽത്തീർത്ത് വന്നിരിക്കുമ്പോൾ എന്റെ കയ്യിൽ കൂടി കൈയിട്ടിട്ട് ദേ ഇതുപോലെ തോളെ ചാഞ്ഞു കിടക്കും. എന്നിട്ട് തിരമാലകളെ നോക്കിങ്ങനെ ഇരിക്കും. അവക്കത് വലിയ ഇഷ്ടമായിരുന്നു എന്ന് ആലോചിക്കുന്നുണ്ട്. അവിടെ ഒളിഞ്ഞു നിന്ന വൈജയും അതേ ചിന്ത തന്നെയാണ് കേട്ടോ. പണ്ട് സ്റ്റാലിയുടെ കൂടെ ആഗ്രയിലും മറ്റുമായിട്ടൊക്കെ ബീച്ചിലും സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ സ്റ്റാലിയുടെ കൈകൾക്കിടയിലൂടെ കൈയിട്ടിട്ട് തോളത്ത് ചാഞ്ഞു കിടന്ന് തിരമാലയിലേക്ക് നോക്കിയിരിക്കായിരുന്നു. സ്റ്റാലിയോട് ഓരോ കഥകളും ഭാവിയെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അവിടെ നിന്നുകൊണ്ട് നമ്മുടെ വൈജ ഓർക്കുന്നുണ്ട്. വൈജയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. അപ്പോ ഇയാളെ ഇവളും വളച്ചെടുത്തല്ലേ എന്ന് ഓർക്കാണ്. ഇവള് വെറും കള്ളി മാത്രമല്ല, ഞാൻ വിചാരിച്ചതുപോലെയല്ല, അതിലപ്പുറമാണ്. അവൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. എൻ്റെ പഴയ കഥകളെല്ലാം അവൾക്കറിയാം. അത് വെച്ചായിരിക്കും അവൾ എന്നെ ഭീഷണിപ്പെടുത്തിയത്. അതുമാത്രമല്ല, ബാലിനെ വളച്ചെടുത്തതുപോലെ അവൾ സ്റ്റാലിനെ വളച്ചെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് വൈജ അവിടെ നിൽക്കുകയാണ്. കുറെ നേരത്തിന് ശേഷം രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ഒരു കടലയും കൊണ്ട് ഒരു പയ്യൻ വന്നപ്പോ അല്ലെ വാങ്ങിക്കാൻ പോകുമ്പം അത് വേണ്ട, അതൊട്ടും ഹൈജീനിക് അല്ല എന്ന് പറയുന്നുണ്ട്. പപ്പയുടെ നമ്മുടെ സ്റ്റാലിയുടെ പോക്കലിൽ നിന്നും അവള് ധൈര്യപൂർവ്വം പേഴ്സ് എടുക്കുന്നുണ്ട്. അതിൽ നിന്നും ഒരു 500 രൂപ നോട്ടെടുത്ത് ആ പയ്യന് വെറുതെ കൊടുക്കുകയാണ്. അയ്യോ ചേച്ചി, എനിക്ക് വെറുതെ വേണ്ടെന്ന് പറയുമ്പം സാരമില്ല, ഇതിനൊരു സമ്മാനമായിട്ട് വെച്ചോന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് തിരിച്ച് പോക്കറ്റില് ആ ഒരു പേഴ്സ് വെക്കുന്നുണ്ട്. ഇത്രയും അലീന സ്റ്റാലിനടുത്ത് സ്വാതന്ത്ര്യം കാണിക്കുമ്പോൾ വൈജയ്ക്ക് അത്ഭുതം തോന്നുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ശരി തന്നെ, ഇയാളെ ഇവള് മയക്കിയെടുത്തു. മിക്കവാറും ബാലിൻ്റെ അടുത്തു നിന്ന് പോയത് ഇയാളുടെ അടുത്തേക്കായിരിക്കും. അപ്പോൾ ബാലിന് സ്റ്റാലി ആരാണെന്നറിയോ? ആകെപ്പാടെ വൈജയ്ക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അലീന, നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തവർക്കൊക്കെ കാശ് വാരി കൊടുക്കുന്നത്? പപ്പ, ആ കുട്ടിയുടെ പ്രായം കണ്ടോ? കൂടിപ്പോയാൽ ഒരു 12 വയസ്സ്. പഠിക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെ ജോലി ചെയ്ത് കഷ്ടപ്പെടുക. നമ്മളിപ്പോൾ കൊടുത്തത് അവൻ 5 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന പൈസയായിരിക്കും. അതുകൊണ്ട് അവന് കുറച്ചെങ്കിലും ഉപകാരം ഉണ്ടാവുമല്ലോ. 5000 രൂപ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ കളഞ്ഞതല്ലേ വെറും 1000 രൂപയുടെ ഫുഡിന്. ഇപ്പോൾ ഇത്രയും കൊടുത്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിന് എന്ത് ആശ്വാസമായെന്നറിയോ എന്ന് ചോദിക്കുകയാണ്. നിന്റെ ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ട് അലീനയുടെ തോളത്തൂടി കൈയിട്ടുകൊണ്ട് രണ്ടുപേരും കൂടി നടന്നു പോവാണ്. ആ ഒരു ലക്ഷറി കാറിൽ രണ്ടുപേരും കൂടി പോകുന്നത് കണ്ട് വൈജ കണ്ണും തള്ളിയോടെ നിൽപ്പുണ്ട്. വീണ്ടും അവരുടെ പിന്നാലെ തന്നെ വൈജ കാർ ഓടിച്ച് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പിന്നീട് അവർ പോകുന്നത് ഒരു പാർക്കിലേക്കാണ്. പാർക്കിലേക്ക് ചെന്ന് അവിടെ ഇരിക്കുന്നുണ്ട് രണ്ടുപേരും. അപ്പോൾ അലീന പറയാണ്, എന്തായാലും ഈ ഒരു ഔട്ടിങ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പപ്പ. കുറേ നാളായിട്ട് ആകെപ്പാടെ മനസ്സ് മുരടിച്ചിരിക്കുകയായിരുന്നു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ഇപ്പം എന്തായാലും എൻ്റെ മനസ്സിന് നല്ലൊരു ആശ്വാസമുണ്ട് എന്ന് പറയാണ്. ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ പറഞ്ഞാൽ മതി, നമുക്കിതുപോലെ ഒരുമിച്ച് ഔട്ടിങ്ങിന് പോകാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു വേൾഡ് ട്രിപ്പ് എത്രയും പെട്ടെന്ന് പ്ലാൻ ചെയ്യണം. അച്ഛാ, പുനലൂരെ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് പോരെ? അഞ്ചലിലെ പുനലൂരിലെ പ്രശ്നങ്ങളെല്ലാം തീർത്തതിന് ശേഷം മാത്രം പോരെ നമ്മുടെ യാത്ര? അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ കൂടെ ഡാനിയമോളും എന്ന് പറയുമ്പോൾ വേണ്ട, നമ്മുടെ കൂടെ ആരും വേണ്ട, നമ്മൾ മാത്രം മതി. അവരെയും കൊണ്ടും നിന്നെയും കൊണ്ടും ഞാൻ വേറെ ട്രിപ്പ് പോകുന്നുണ്ട്, അത് ഉറപ്പാം. പക്ഷേ റീത്താമ്മയുടെ കയ്യിൽ നിന്നും അവർ തിരിച്ചു വരണം, എങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പം ശരിയെന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും അവിടുന്ന് എഴുന്നേറ്റ് ഇനി നമുക്കൊരു സിനിമയായാലോ എന്ന് ചോദിക്കാണ്. ചെറുപ്പത്തിലെ റീത്താമ്മ ബ്രിജിത്താമ്മി ഞങ്ങളെയും കണ്ട് സിനിമയ്ക്ക് പോയിട്ടുണ്ട്.
അന്നാ ഞങ്ങൾ ആദ്യമായി സിനിമ കണ്ടത് ആകാശദൂത്. ആ സിനിമ കണ്ടപ്പോൾ ഞങ്ങൾ ഒന്നുകൂടി ചങ്കുപൊട്ടി കരയായിരുന്നു. വൃത്താവമ്പ് പറയുന്നുണ്ട്, ഇതുപോലെയാണ് ഓരോ മനുഷ്യരുടെ അവസ്ഥ. ഞങ്ങളെപ്പോലെ ഒരുപാട് പേര് പുറത്തു കൊണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒത്തിരി ആശ്വസിപ്പിച്ചു. ആ അവസ്ഥ കണ്ട് ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട്. നീ എന്ത് പറഞ്ഞാലും അവസാനം കൊണ്ടെത്തിക്കുന്നത് അനാഥാലയത്തിലാണല്ലോ അലീന എന്ന് ചോദിക്കുമ്പം അതെങ്ങനെ പപ്പ മറക്കാൻ കഴിയാ? എന്നെ വളർത്തിയത് അവരല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും മൂവി കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് ചെല്ലുന്നുണ്ട്. വൈജിയും ആറ് പിന്നാലെ തന്നെ ചെല്ലാണ്. ഈ സമയം മീറ്റിങ്ങിന് വേണ്ടിയിട്ട് അവിടുന്ന് കോൾ വരുന്നുണ്ട്. അർജന്റായിട്ടുള്ളൊരു മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ വൈജിക്ക് പോവാതെ വേറെ നിവൃത്തിയില്ല. വൈജി അപ്പോൾ തന്നെ കാറും കൊണ്ട് അവിടുന്ന് നേരെ മീറ്റിങ്ങിന് പോവാണ്. മീറ്റിങ്ങിന് പോയിട്ടും വൈദ്യരുടെ ശ്രദ്ധ അവിടുന്ന് ആയിരുന്നില്ല. സ്റ്റാലി, അലീന രണ്ടുപേരെയും ആയിരുന്നു. രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട് ആകെപ്പാടെ അന്താളിച്ച് നിൽക്കുകയാണ് നമ്മുടെ വൈജ. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. സിനിമ കഴിയാൻ 2 മണിക്കൂർ എടുക്കുമല്ലോ, അത് നമുക്ക് നമ്മുടെ വൈജയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ വൈജ പെട്ടെന്ന് തന്നെ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. നേരെ പോണത് ആ സിനിമാ തിയേറ്ററിലേക്കായിരുന്നു. കൃത്യം സിനിമ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുന്ന സമയം അലീനെ സ്റ്റാലിയും കൂടി സന്തോഷത്തോടുകൂടി കൈയെല്ലാം പിടിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങി വരുന്നത് കാണുന്നുണ്ട്. ഇവളാള് കൊള്ളാലോ. ആദ്യം എൻ്റെ ഭർത്താവിനെ, ദേ ഇപ്പൊ ഇയാളെയും കൂടി. ഇയാളാള് കൊള്ളാം. പണ്ട് എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞവനല്ലേ ഇയാള്. ഇതുപോലൊരു പെണ്ണുപിടിയായിരുന്നു ഈശ്വര എന്ന് ഓർക്കാണ് മനസ്സിൽ. രണ്ടുപേരും കാറിൽ കയറി പോണത് നമ്മുടെ വൈജ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവർ പിന്നാലെ തന്നെ വീണ്ടും കാറും കൊണ്ട് പോകുന്നുണ്ട്. ഈ നിമിഷത്തിലെല്ലാം തന്റെ പഴയ കാലഘട്ടം വൈജയുടെ മനസ്സിലേക്ക് ഒഴുകി വരുന്നുണ്ട്. എന്നിട്ട് ആകെപ്പാടെ സംശയം, ബാലനാണല്ലോ അലീനനെ അവിടെ കൊണ്ട് ഏൽപ്പിച്ചത്. അതെങ്ങനെ ബാലന് സ്റ്റാലിനെ കുറിച്ച് അറിയാം? ഇനിയൊരു പക്ഷേ തന്റെ കഴിഞ്ഞ കാലം അലീന അയാളോട് പറഞ്ഞു കാണുമോ? അതുകൊണ്ടായിരിക്കോ അയാൾക്ക് തന്നോട് ഇത്രയ്ക്കും വൈരാഗ്യം? തന്നെ അകറ്റി നിർത്തുന്നത് അതുകൊണ്ടാണോ എന്നൊക്കെ വൈജ ഓർക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇതിന് സത്യം അറിയണം എന്നും പറഞ്ഞുകൊണ്ട് വൈജ അവർ പിന്നാലെ തന്നെ വെച്ച് പിടിപ്പിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും വണ്ടി നിർത്താതെ നേരെ കുളത്തുപുഴയ്ക്ക് പോകുന്നുണ്ട്. വഴിക്ക് ഒരു കരിക്ക് കുടിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. അതും അലീനയുടെ നിർബന്ധപ്രകാരം. അങ്ങനെ കരിക്കെല്ലാം കുടിച്ചതിന് ശേഷം വീണ്ടും ഒരു യാത്ര തുടരുകയാണ്. വൈകുന്നേരത്തോടുകൂടി ഏകദേശം 5 മണിയൊക്കെ ആകുമ്പോഴേക്കും കുളത്തുപുഴ അവരുടെ വീട്ടിലേക്ക് സ്റ്റാലിയും അലീനയും കടന്ന് ചെല്ലുന്നുണ്ട്. പിന്നാലെ തന്നെ വൈജയുടെ വണ്ടിയുണ്ട് കേട്ടോ. അങ്ങനെ അകത്തേക്ക് പാർക്ക് ചെയ്തിട്ട് സ്റ്റാലിയും അലീനയും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അടുത്തൊരു വണ്ടി കൂടി മുറ്റത്തേക്ക് കയറി വരുന്നത് സ്റ്റാലിയുടെയും അലീനയുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. ഡോർ തുറന്ന് ഇറങ്ങുന്ന ആളെ കണ്ട് അലീനയും സ്റ്റാലിയും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. വൈജ, അച്ഛ, പപ്പ, മമ്മി എന്ന് അലീന പറയാണ്. എന്നിട്ട് അലീന സ്റ്റാലിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. ആൻ്റപ്പൻ വന്നിട്ട് ആരാന്ന് ചോദിക്കുമ്പോഴേക്കും വൈജ ഡോറ് വലിച്ചടിച്ച് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറാണ്. പെട്ടെന്നായിരിക്കും 4 ഭാഗത്തുനിന്നും നായ്ക്കളോട് വരുന്നത്. അപ്പോഴേക്ക് സ്റ്റാൻലി അവർക്ക് ആജ്ഞ കൊടുക്കുമ്പം ആ പട്ടികളെല്ലാം പാഞ്ഞോടുകയാണ് കേട്ടോ. വൈജ നേരെ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. സിറ്റൗട്ടിലേക്ക് വന്ന് നിൽക്കുകയാണ്. വന്ന് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആൻ്റപ്പനും പൗലോസും എല്ലാവരും വരുന്നുണ്ട്. അത് വൈജ ശ്രദ്ധിക്കുകയാണ്. സ്റ്റാൻലി പറഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് വൈജയെ കൂട്ടിക്കണ്ട് അകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് ഡോർ അടച്ച് ലോക്ക് ചെയ്യാണ്. ആൻ്റപ്പൻ പറയാണ്, ആരാ സ്ത്രീ? അങ്ങോട്ട് പോയപ്പോ ഇവരില്ലായിരുന്നല്ലോ. തിരിച്ചെന്നപ്പോ വേറെ സ്ത്രീ വേറെ കാറിലാണ് വന്നത്. അവർ നല്ല കലിപ്പിലാണല്ലോ. പൗലൂസ് പറയാണ്, ആർക്കറിയാം, ആദ്യം ഒരു പെണ്ണ് വന്നു, ദേ ഇപ്പൊ വലിയൊരു സ്ത്രീ വരുന്നു. എന്തൊക്കെയാണോ നടക്കുന്നത്? ഇനി ഈ പെണ്ണിന്റെ തള്ളയാണോ ആ വന്ന സ്ത്രീ? രണ്ടുപേർക്കും ചെറിയ ഷേപ്പൊക്കെ ഉണ്ട്. ആർക്കറിയാം, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം, നമുക്കൊന്ന് പോയി ഒളിഞ്ഞു കേട്ടാലോ എന്ന് പൗലോസ് ചോദിക്കുമ്പം വേണ്ട വേണ്ട, സാപെങ്ങാനും കണ്ടാലേ തല കാണില്ല എന്ന് പറയുന്നുണ്ട്. അകത്തേക്ക് കയറി വന്ന പാടെ സ്റ്റാൻലി വൈജയന്തി എന്ന് വിളിക്കുമ്പം ഒറ്റ അടി അടിക്കും കേട്ടോ സ്റ്റാലിയുടെ മുഖത്തേക്ക് വൈജ. സ്റ്റാൻലി ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും അലീന, മേഡം എന്തായി കാണിക്കാൻ ചോദിക്കുന്നുണ്ട്. അങ്ങോട്ട് മാറി നിൽക്കടി എന്ന് പറയാണ്. മേഡത്തിന് എന്താ പറ്റിയത്? ഇതാരാണെന്ന് അറിയോ എന്ന് ചോദിക്കുമ്പം നീ ആരാടി എന്നെ പഠിപ്പിക്കാൻ? ഇതാരാണെന്ന് എനിക്കറിയാം. അവിടെ പാലായില് നീ എൻ്റെ കെട്ടിയവനെ വളച്ചെടുത്തു, ഇവിടെ ഇങ്ങേരെ നിനക്ക് ഇത് തന്നെയാണോ പണി എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും സ്റ്റാൻലി പറയാണ്, ബിഹേവ് യുവർ സെൽഫ്, മര്യാദയ്ക്ക് സംസാരിക്കണം, മോശമായിട്ട് എൻ്റെ മോളെപ്പറ്റി സംസാരിക്കരുത്. മോളോ? ഏത് മോള്? അതെ, അയാളും അങ്ങനെ ആയിരുന്നു, ആ ബാലചന്ദ്രൻ. മകളെന്നും പറഞ്ഞുകൊണ്ട് കുറെ കാലം ഇവളെയും കൊണ്ട് നടന്നതാ. ഇപ്പോൾ താനും. എനിക്ക് അതൊന്നും അറിയണ്ട. ഇവളെ താൻ വെച്ചോണ്ടിരിക്കോ എന്തു വെച്ച് ചെയ്തോ, പക്ഷേ എനിക്കൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, എന്നെ എന്തിനാ താൻ ചതിച്ചത് എന്ന് ചോദിക്കാണ്.
മിണ്ടാതിരിക്കും വൈജെ എന്ന് പറയുമ്പം ഇല്ല ഞാൻ പറയും. എനിക്കതിനുള്ള അവകാശമുണ്ട്. 1 വർഷത്തോളം ഞാൻ തന്റെ കൂടെ ജീവിച്ചതല്ലേ. ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. എന്നിട്ട് അവസാനം എനിക്ക് നഷ്ടമായത് എന്റെ ജീവിതമാ. താൻ തന്റെ ജീവിതം നോക്കി പോയല്ലോ എന്ന് പറയുന്നുണ്ട്. വൈജ നീ കുറച്ചു നേരം സംസാരിക്കാതിരിക്കേ, ഞാൻ പറയട്ടെ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. തന്നോട് ഇനി സംസാരിക്കാനും ഞാനില്ല. ഇവള് ഒറ്റയിരുത്തിയാ എന്റെ ജീവൻ നശിപ്പിച്ചത്. വൈജ ഞാൻ പറഞ്ഞല്ലോ, പ്ലീസ് ലിസൺ, മിണ്ടാതിരിക്കെ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വൈജനെ അവിടെ പിടിച്ചിരുത്താണ്. അപ്പോഴേക്കും അലീന അവിടെ മാറി നിൽക്കുന്നുണ്ട്. ഇവൾ ആരാണെന്ന് അറിഞ്ഞിട്ടാണോ നീ ഈ കിടന്ന് ബഹളം വെക്കുന്നത്? അവൾ ആരാണെന്നൊക്കെ എനിക്കറിയാം. വന്നു കയറിയൊരു അസത്ത്, വീട്ടിലേക്ക് വന്ന് കയറി എന്റെ ജീവൻ നശിപ്പിച്ചവൾ എന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റോപ്പ് ഇറ്റ് എന്ന് ദേഷ്യപ്പെട്ട് സ്റ്റാലി പറയുമ്പം വൈജ ഇങ്ങനെ ഞെട്ടി നിൽക്കാണ്. ഈ സമയം പൗലോസേ, എടാ പൗലോസേ എന്ന് വിളിക്കുമ്പോഴേക്കും പൗലോസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ സാബ് എന്ന് ചോദിക്കുമ്പം 3 പേർക്കും നല്ലൊരു ജ്യൂസ് എടുക്ക്, ഫ്രഷ് ജ്യൂസ് ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാൾ ജ്യൂസ് എടുക്കാനായിട്ട് പോയി. വൈജയന്തി നല്ല ചൂടിലാണല്ലോ, ഇച്ചിരി ജ്യൂസ് കുടിച്ച് ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് സംസാരിക്കാം എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അങ്ങനോട് സംസാരിക്കാൻ വേണ്ടി 3 പേരും ഇരിക്കുകയാണ് കേട്ടോ. ലക്ഷറി കാറും അലയുടെ ഇപ്പോഴത്തെ രൂപവും ഈ ബംഗ്ലാവും സ്റ്റാലിയും എല്ലാം കണ്ട് ആകെപ്പാടെ എന്ത് പറയണമെന്നറിയാതെ ഞെട്ടിലോടെ ഒരു സ്തംഭിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് വൈജ. അടുത്തായി സ്റ്റാലി എന്താണ് പറയാൻ പോകുന്നതെന്ന് ഓർത്തുകൊണ്ട് കാതോർത്തുകൊണ്ട് അലീന അവിടെ നിൽക്കുന്നുണ്ട്. സത്യങ്ങളൊക്കെ തുറന്നു പറയുവോ അതോ പറയില്ലേ, എല്ലാം ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണേ. ഇതിന്റെ ബാക്കി സ്റ്റോറി അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് വീഡിയോ ലെങ്തായി പോയതുകൊണ്ടാണേ. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.